ദ വൈറ്റ് പേപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് ലെൻഡിങ് ആണ്. അതിൻ്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് കാണാത്തവർ അത് കണ്ടിട്ട് ഈ ക്ലാസ് കാണുക കേട്ടോ. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും ഇത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് റിസ്കസ്, എന്തൊക്കെയാണ് റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ളത്, അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. This is also an important principle of good credit. A prudent banker always tries to select the borrower very carefully and takes tangible assets as security to protect his interests. എന്താ പറയുന്നത്? ഒരു നല്ല ബാങ്കർ എന്താ ചെയ്യുക? ഒരു ബോറോവറെ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കെയർഫുൾ ആയിരിക്കണം അല്ലേ? ബോറോവർ നല്ല ആളല്ലെങ്കിൽ ലോണ് റീപേയ്മെൻറ്റ് നടത്തുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യണം? ബോറോവറെ സെലക്ട് ചെയ്യുമ്പം കെയർഫുൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലോണ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സെക്യൂരിറ്റി ആയിട്ട് ടാഞ്ചിബിൾ അസറ്റ്സ് വാങ്ങി വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ സെക്യൂരിറ്റി ആയിട്ട് വാങ്ങി വെച്ചാൽ മാത്രമേ ലോണിന് റീപേയ്മെൻറ്റ് നടത്തുന്നുള്ളൊരു ഷുവർട്ടി നമുക്കുണ്ടാവുള്ളൂ അല്ലേ? ബാങ്കർക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. There is no doubt that tangible assets are valuable and the banker feels secure in making advances on the security of such assets. Yet there is always some risk involved. എന്താ പറയുന്നത്? ടാഞ്ചിബിൾ അസറ്റ്, വാല്യുബിൾ ആയിട്ടുള്ള ടാഞ്ചിബിൾ അസറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്കർക്ക് ലോണ് തിരിച്ചടയ്ക്കും എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഫീൽ സെക്യൂർ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ലോണൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് ടാഞ്ചിബിൾ അസറ്റ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് സെക്യൂരിറ്റി ആയിട്ട് വാങ്ങി വെക്കണം. റിസ്ക് ഉണ്ടെങ്കിലും എന്നാലും കുറച്ച് റിസ്ക് ഉണ്ടാവും, എന്നാലും റിസ്കിൻ്റെ കാഠിന്യം കുറവായിരിക്കും. ഓക്കെ. ആൻഡ് ഇൻഡസ്ട്രി ഓർ ട്രേഡ് മേ ഫേസ് റെസിസ്റ്റനറി കണ്ടീഷൻസ് ആൻഡ് പ്രൈസസ് ഓഫ് ഗുഡ്സ് ആൻഡ് കമ്മോഡിറ്റീസ് മേ പ്ലമ്മറ്റ്. എന്താ പറയുന്നത്? ഇൻഡസ്ട്രിക്കും ട്രേഡിനൊക്കെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടല്ലേ? അതൊരു റിസ്ക് അല്ലേ? അതുപോലെ തന്നെ സാധനങ്ങളുടെയും കമ്മോഡിറ്റീസിൻ്റെയും ഗുഡ്സിൻ്റെയൊക്കെ എന്ത് ചെയ്യും? പ്രൈസ് കുറയാനുള്ള, വില താഴാനുള്ള ചാൻസും ഉണ്ടല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള റിസ്കുകളൊക്കെ ബാങ്കിങ്ങിൽ ഇൻവോൾവ് ആണെന്ന് ഓർത്തിരിക്കുക. നാച്ചുറൽ കലാമിറ്റീസ് ലൈക്ക് ഫ്ലഡ്, എർത്ത് ആൻഡ് പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസ് ഇൻ സം പാർട്ട് ഓഫ് ദ കൺട്രി ക്യാൻ ഡിസ്ട്രോയ് ഇവൻ എ പ്രോസ്പെറസ് ബിസിനസ്. അപ്പം എന്ത് ചെയ്യും? ബിസിനസ്സിൽ അതുപോലെ തന്നെ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ ഭൂമി കുലുക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരു ബിസിനസ്സിനെ നശിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെയാണ് റിസ്ക് ഇൻവോൾവ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഒന്ന്, ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സെക്യൂരിറ്റി ആയിട്ട് ടാഞ്ചിബിൾ അസറ്റ്സ് എന്തെങ്കിലും വെക്കുക. പിന്നെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവുകയാണെങ്കിൽ അതും ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. സാധനങ്ങളുടെ സേവനങ്ങളുടെയും ഒക്കെ വില ഇടിയുന്നതും അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ് എന്തെങ്കിലും വരുന്നതും ഒക്കെ കാരണമാവാം, റിസ്ക് ആയിട്ട് നമുക്ക് കണക്കാക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ. ഡോണ്ട് പുട്ട് യുവർ ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. ഒരു ബാസ്ക്കറ്റിൽ എല്ലാ മുട്ടയും കൂടെ കൊണ്ടുവെക്കരുതെന്നാണ് പറയുന്നത്. ടു പ്രൊട്ടക്ട് ഹിസ് ഇൻട്രസ്റ്റ് ഫ്രം സച്ച് അൺഎക്സ്പെക്റ്റഡ് ആൻഡ് ഡേഞ്ചറസ് സിറ്റുവേഷൻ ദ ബാങ്കർ ഫോളോസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് റിസ്ക് ബേസ്ഡ് ഓൺ ദ വെൽ നോൺ മാക്സിമം ദാറ്റ് വൺ ഷുഡ് നോട്ട് കീപ് ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ്. എന്ത് ചെയ്യണം? എന്തൊക്കെയാണ് പറയുന്നത്? അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിസ്ക് എന്ത് ചെയ്യുക? ഡൈവേഴ്സിഫൈ ചെയ്യുക എന്നാണ് പറയുന്നത്. എന്താ ഈ ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദിസ് മീൻസ് ദാറ്റ് ദ ബാങ്കർ ഷുഡ് നോട്ട് ഗീവ് അഡ്വാൻസസ് ടു ഓൺലി എ ഫ്യൂ ലാർജ് ഫേംസ് or concentrate on certain industries in only a few cities or regions of the country. എന്താ പറയുന്നത്? ഈ ബാങ്കർ എന്ത് ചെയ്യാൻ പാടില്ല? കുറച്ച് ആളുകൾക്ക് മാത്രം ലോൺ കൊടുക്കുന്നത് ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യണമെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കരുത്. ഇപ്പം ലാർജ് ഫേംസിന് മാത്രം അഡ്വാൻസ് കൊടുക്കുക, അതുപോലെ തന്നെ സർട്ടൻ ഇൻഡസ്ട്രീസിന് മാത്രം അഡ്വാൻസ് കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇനി on the other hand, advances should be over a reasonably wide area distributed among large number of customers belonging to different trades and industries.
എന്താ പറയുന്നത്, അഡ്വാൻസ് എല്ലാവർക്കും കൊടുക്കുക, വൈഡ് ഏരിയ ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുക, ഈ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് ഡൈവേഴ്സിഫൈ ആവും അല്ലേ. അപ്പോൾ ഒരു സ്ഥലത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ ലോൺ കൊടുത്തെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ബാങ്കിനെ അത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു സ്ഥലത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നാണ് പറയുന്നത് അഡ്വാൻസ്. The banker thus diversifies the risk involved in lending. If a large customer suffers misfortune or some trade or industry is adversely affected, the bank's overall standing is not at risk. എന്താ പറയുന്നത്, ഇപ്പോൾ ഒരു ലാർജ് കസ്റ്റമർ, നമ്മൾ ലോൺ കൊടുത്തിട്ടുള്ള ഒരു ലാർജ് കസ്റ്റമർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, അദ്ദേഹം അത് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ബാങ്കിനെ അഫക്റ്റ് ചെയ്യുമോ? ഇല്ല. കാരണം എന്താ, നമ്മൾ ലാർജ് നമ്പർ ഓഫ് കസ്റ്റമേഴ്സിന് വൈഡ് ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതല്ല നമ്മുടെ ബാങ്കിൻ്റെ ഇതെന്നാണ് പറയുന്നത്, ഓവറോൾ സ്റ്റാൻഡിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദ ബോറോവേഴ്സ്. ദ ബിസിനസ് ഓഫ് ഗ്രാൻഡിങ് അൺസെക്യൂർഡ് അഡ്വാൻസസ് ഈസ് റിലേറ്റീവ്ലി റിസ്കി ആൻഡ് റിക്വയർസ് സ്പെഷ്യൽ കെയർ ആൻഡ് അറ്റൻഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ ബാങ്കർ. ഒരു ബോറോവറിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, അൺസെക്യൂർഡ് ആയിട്ടുള്ള, നമ്മൾ സെക്യൂരിറ്റി ഒന്നും വാങ്ങാതെ അഡ്വാൻസ് കൊടുക്കുമ്പം, ഗ്രാൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, സ്പെഷ്യൽ കെയറും അറ്റൻഷനും ആവശ്യമാണ് ഒരു ബാങ്കർക്ക് എന്നാണ് പറയുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് എ ചാർജ് ഓൺ എനി സ്പെസിഫിക് അസെറ്റ്, ദ അഡ്വാൻസ് സെക്യൂരിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദ ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ബോറോവർ ആൻഡ് ദ വാല്യൂ ഓഫ് ഹിസ് ടാഞ്ചിബിൾ അസെറ്റ്. നമ്മളിപ്പം അസറ്റൊന്നും വാങ്ങാതെ, ഒരു സെക്യൂരിറ്റി ഒന്നും വാങ്ങാതെയാണ് നമ്മൾ ലോൺ കൊടുക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം, ആ വാങ്ങുന്ന ആളുടെ, ബോറോവറിൻ്റെ ഹോണസ്റ്റി, സത്യസന്ധനാണോ, അയാൾ നല്ല സ്വഭാവമുള്ള ആളാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ലോൺ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ബോറോവർ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം അഡ്വാൻസ് കൊടുക്കാൻ. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ സെക്യൂരിറ്റി വാങ്ങിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം, വാല്യൂ ഓഫ് ഹിസ് ടാഞ്ചിബിൾ അസെറ്റ്, ആ ടാഞ്ചിബിൾ അസെറ്റിൻ്റെ വാല്യൂ കണക്കാക്കണം, വാല്യൂ ഒക്കെ നോക്കിയിട്ട് വേണം ലോൺ കൊടുക്കാൻ. Therefore, the banker needs to make proper enquiry not only about the borrower's ability to pay but also about his willingness to pay the amount. നമ്മൾ എന്ത് ചെയ്യണം, ബോറോവർ ചിലപ്പോൾ നല്ല പൈസക്കാരനായിരിക്കും, പണമുള്ള ആളായിരിക്കും, തിരിച്ചടയ്ക്കാനുള്ള കഴിവൊക്കെ ഉള്ള ആളായിരിക്കാം. പക്ഷേ അയാളത് തിരിച്ചടയ്ക്കാനുള്ള മനസ്സ് കാണിച്ചില്ലെങ്കിൽ എന്തായിപ്പോയില്ലേ. അപ്പം പ്രോപ്പർ എൻക്വയറി നടത്തണം എന്നാണ് പറയുന്നത്. ബാങ്കർ മേക്ക് പ്രോപ്പർ എൻക്വയറി എന്തിനെക്കുറിച്ച്, അയാൾ എബിലിറ്റി ടു പേ മാത്രമല്ല, വില്ലിങ്നെസ് ടു പേ, അയാൾ പേ ചെയ്യാൻ വില്ലിങ് ആവുമോ എന്നുള്ള കാര്യം കൂടെ എന്ത് ചെയ്യണം, എൻക്വയറി നടത്തണം എന്നാണ് പറയുന്നത്. ഇനി while such enquiry is necessary in the case of secured advances as well, its urgency is greater in the case of unsecured advances for obvious reason. ഇപ്പം എന്താണ്, സെക്യൂർഡ് ആയിട്ടുള്ള, നമ്മൾ സെക്യൂരിറ്റി വാങ്ങിയിട്ട് എന്ത് ചെയ്യും, ലോൺ കൊടുക്കുന്നു പറഞ്ഞു, അതിൽ എൻക്വയറി ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എൻക്വയറി നടത്തുന്നത് സെക്യൂരിറ്റി മാത്രം നോക്കിക്കൊണ്ടല്ല, എന്താണ് അർജൻസി, ആ ലോൺ കൊടുക്കാനുള്ള റീസൺ എന്താണ്. അർജൻസി ഈസ് ഗ്രേറ്റർ ഇൻ ദ കേസ് ഓഫ് അൺസെക്യൂർഡ് അഡ്വാൻസസ് ഫോർ ഇറ്റ്സ് ഒബ്വിയസ് റീസൺ. അതിൻ്റെ റീസൺ അറിഞ്ഞിരിക്കണം, എന്തിനു വേണ്ടിയാണ് അവർ ലോൺ എടുക്കുന്നത്, അതുപോലെ തന്നെ സെക്യൂരിറ്റി വെക്കാത്ത എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എൻക്വയറി നടത്തിയതിന് ശേഷം മാത്രമേ ബാങ്കർ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അഡ്വാൻസ് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. A person's credit worthiness means that deserves a certain amount of credit that can be safely granted to him. എന്താ ക്രെഡിറ്റ് വർത്തിനെസ് എന്ന് പറഞ്ഞാൽ, ഒരു എമൗണ്ട് അയാൾക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് സേഫായിട്ട് തരും എന്നുള്ളൊരു ഇതാണ് പേഴ്സൺസ് ക്രെഡിറ്റ് വർത്തിനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ബാങ്കർ അസസ് such credit worthiness on the basis of his character, capacity and capital. ക്യാരക്ടറും കപ്പാസിറ്റിയും ക്യാപിറ്റലൊക്കെ വെച്ച് നോക്കിയിട്ടാണ് ഒരാളുടെ ക്രെഡിറ്റ് വർത്തിനെസ് നമ്മൾ എന്ത് ചെയ്യുക, കണക്കാക്കുന്നത് അല്ലേ. ബാങ്കർ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ക്യാരക്ടർ, കപ്പാസിറ്റി, ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് ക്യാരക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. വൈൽ അസസിങ് ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് എ പേഴ്സൺ, ദ ഫസ്റ്റ് തിങ് ടു കൺസിഡർ ഈസ് ദ ക്യാരക്ടർ ഓഫ് ദ പേഴ്സൺ കൺസേൺഡ്.
The word character includes many personal characteristics of a person. എന്താ പറയുന്നത്, ഒരാൾക്ക് ലോൺ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അയാളുടെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് അറിഞ്ഞിരിക്കണം അല്ലേ, ക്യാരക്ടർ എങ്ങനെയുള്ളതാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ക്യാരക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഹോണസ്റ്റി, ഇൻറ്റഗ്രിറ്റി, റെഗുലാരിറ്റി, promptness, sense of responsibility, good habits, reputation he enjoys, and goodwill in fulfilling his promises and repaying his dues. അപ്പോൾ സത്യസന്ധനാണോ, അതുപോലെ തന്നെ കറക്റ്റായിട്ട് പ്രോംപ്റ്റ്നെസ്, നല്ല കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണോ, ഉത്തരവാദിത്ത ബോധമുള്ള ആളാണോ, നല്ല ശീലങ്ങളുള്ള ആളാണോ, അതുപോലെ തന്നെ അയാളുടെ പ്രോമിസുകളൊക്കെ നടത്തുന്നൊരു വ്യക്തിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അസസ് ചെയ്യണം. ബാങ്കർ ഇതൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ക്യാരക്ടറാണ് ഒന്നാമത്തേത്. 2 കപ്പാസിറ്റി. ദ സക്സസ് ഓഫ് ആൻ എൻ്റർപ്രൈസ് മെയിൻലി ഡിപ്പെൻഡ്സ് ഓൺ ദ സ്കിൽ, എബിലിറ്റി ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ എൻ്റർപ്രണർ. ആ എൻ്റർപ്രണറിൻ്റെ കപ്പാസിറ്റി നോക്കണം അല്ലേ, അയാൾ സ്കില്ലുള്ള ആളാണോ, എബിലിറ്റി ഉള്ള ആളാണോ, എക്സ്പീരിയൻസ് ഉള്ള ആളാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ. If a borrower has the requisite technical expertise, managerial ability and experience of carrying on a particular industry or trade, the success of such unit may be taken for granted. അപ്പം എന്താ, അങ്ങനെ നല്ലൊരു ഉയരങ്ങളിൽ നിൽക്കുന്ന നല്ലൊരു വ്യക്തിയാണെങ്കിൽ, ഒരു എൻ്റർപ്രണർ ആണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യുക, ലോൺ കൊടുക്കുക അല്ലേ. ബാങ്കർ മേ കൺസിഡർ ഇറ്റ് മെറിറ്റോറിയസ് കേസ് ഫോർ ഗ്രാൻഡിങ് ആൻ അഡ്വാൻസ്. അതുകൊണ്ട് തന്നെ അഡ്വാൻസ് കൊടുക്കാം, ധൈര്യമായിട്ട് കൊടുക്കുക എന്നാണ് പറയുന്നത്, കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അടുത്തത് ക്യാപിറ്റൽ. ദ ഇമ്പോർട്ടൻസ് ഗിവൺ ബൈ ദ ബാങ്കർ ടു ദ അഡ്വക്കസി ഓഫ് ദ ബോറോവേഴ്സ് ക്യാപിറ്റൽ ഈസ് നോട്ട് ഇൻസിഗ്നിഫിക്കൻറ്റ്. ബാങ്ക്സ് ആർ repositories of public money and lend borrowed money. Therefore, a banker does not lend money to an entrepreneur who does not have sufficient fund of his own. എന്താ പറയുന്നത്, ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ബോറോവറിൻ്റെ ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സഫിഷ്യൻ്റ് ആയിട്ട് കയ്യിൽ ഫണ്ടൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, ബാങ്കർ മണി ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇഫ് ദ ബിസിനസ് എൻ്റർപ്രൈസ് ഫെയിൽ, ദ ബാങ്കർ ക്യാൻ റെക്കഗ്നൈസ് ദ ബോറോവേഴ്സ് മണി ഇഫ് ഹിസ് ഓൺ ക്യാപിറ്റൽ ഈസ് സഫിഷ്യൻറ്റ്. ഇപ്പം എൻ്റർപ്രൈസ് ഫെയിലായി പോയി എന്നിരിക്കട്ടെ, ഒരു എൻ്റർപ്രണർക്കാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ആ എൻ്റർപ്രൈസ് ഫെയിലായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ബോറോവേഴ്സിൻ്റെ മണി, അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു മണി ഉണ്ടാവും, അതിൽ നിന്നായിരിക്കും, ഓൺ ക്യാപിറ്റലിൽ നിന്നായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ലെൻഡ് ചെയ്തത് റീപേ ചെയ്യിക്കുക അല്ലേ. അപ്പം അങ്ങനെ പൈസ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം, അയാളുടെ കയ്യിൽ പൈസ ഉണ്ടാവണം അല്ലേ. All the above factors are important and are taken into account by the banker while assessing the credit worthiness of the borrower. Their relative importance varies from banker to banker and borrower to borrower. അപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കുന്ന എബവ് പറഞ്ഞിരിക്കുന്ന എല്ലാ ഫാക്ടേഴ്സും നമ്മൾ എന്ത് ചെയ്യണം, അസസ് ചെയ്തിരിക്കണം, ഒരു ബാങ്കർ അസസ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അത് ഓരോ ബാങ്കറിൻ്റെ കേസിൽ വ്യത്യാസം ഉണ്ടാകും, അതുപോലെ തന്നെ ഓരോ ബോറോവറിൻ്റെ കേസിലും വ്യത്യാസം ഉണ്ടാവാം. Security is changing now. More emphasis is placed on the ability and capability of the borrower and the soundness of his project. However, unsecured advances will not be allowed to persons of questionable integrity and good character. സെക്യൂരിറ്റി എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം സെക്യൂരിറ്റി നോക്കണം, എബിലിറ്റി, ക്യാപ്പബിലിറ്റി, ഒരു ബോറോൻ്റെ എബിലിറ്റിയും ക്യാപ്പബിലിറ്റിയും ഒക്കെ നോക്കണം എന്നാണ് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ 3 C's പഠിച്ചു. എന്തൊക്കെയാണ്? ക്യാരക്ടർ, കപ്പാസിറ്റി, ക്യാപിറ്റൽ അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്. 3 C's ഓഫ് ക്രെഡിറ്റ് വൈൽ ഗിവിംഗ് ലോൺ. 3 C's എന്തൊക്കെയാണ്? ക്യാരക്ടർ, ക്യാപിറ്റൽ, കപ്പാസിറ്റി അല്ലേ. ലോൺസ് ഗിവൺ ഓൺ ദ ബേസിസ് ഓഫ് സം സെക്യൂരിറ്റി. നമ്മൾ ലോൺ കൊടുക്കുന്ന എന്തെങ്കിലും സെക്യൂരിറ്റി വെച്ചിട്ടാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? സെക്യൂർഡ് ലോൺ എന്ന് പറയാം. ലോൺസ് ഗിവൺ ഓൺ ദ ബേസിസ് ഓഫ് പേഴ്സണൽ എഷ്യൂരിറ്റി. ഒരു ആളെ, വ്യക്തിയെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ലോൺ കൊടുക്കുന്നതെങ്കിൽ അതിന് നമുക്ക് അൺസെക്യൂർഡ് ലോൺ അല്ലെങ്കിൽ ക്ലീൻ ലോൺസ് എന്നൊക്കെ പറയാം കേട്ടോ. ക്ലീൻ ലോൺസ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലൊന്നും കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് കേട്ടിരിക്കുക, ക്ലാസ്സൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് പോവുക കേട്ടോ. അപ്പം എല്ലാവരും നല്ലപോലെ പഠിക്കുക. ഓക്കെ.
താങ്ക് യു.